ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് മൈക്രോസ്കോപ്പ് എന്താണെന്ന് നോക്കാം. മൈക്രോസ്കോപ്പ് ഈസ് യൂസ് ടു ഗെറ്റ് മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് നിയർ ബൈ ഓബ്ജക്ട്സ്. അടുത്തിരിക്കുന്ന ചെറിയ ഓബ്ജക്റ്റുകളുടെ, ഇപ്പോൾ ചെറിയ സെല്ലുകളുടെയോ ബാക്ടീരിയയോ അങ്ങനെയുള്ള ചെറിയ ഓബ്ജക്റ്റുകളുടെ വളരെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കാണാൻ വേണ്ടിയാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ചിത്രം ഇതായിരിക്കും. ലാബുകളിലൊക്കെ കാണുന്ന, മെഡിക്കൽ ലാബുകളിലൊക്കെ കാണുന്ന മൈക്രോസ്കോപ്പ്. ഇത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. ഇതിൽ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്നത് സിമ്പിൾ മൈക്രോസ്കോപ്പാണ്. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ആകെ ഒരൊറ്റ ലെൻസേ ഉള്ളൂ, കോൺവെക്സ് ലെൻസ്. ഫോക്കൽ ലെങ്ത് കുറഞ്ഞ ഒരു കോൺവെക്സ് ലെൻസ്. ഇതിനെ മാഗ്നിഫയർ എന്നും പറയും, അല്ലെങ്കിൽ റീഡിംഗ് ലെൻസ് എന്നും പറയും. അപ്പോൾ ഇതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് അഥവാ റീഡിംഗ് ലെൻസ്. ചെറിയ അക്ഷരങ്ങളോ ഒക്കെ വലുതായി കാണാൻ, അല്ലെങ്കിൽ ചെറിയ വസ്തുക്കളെ വലുതായി കാണാൻ നമ്മൾ ഉപയോഗിക്കാറുള്ള റീഡിംഗ് ലെൻസ്. ഇതൊരു സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയും. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സോ വി സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ മൈക്രോസ്കോപ്പ്. കോൺവെക്സ് ലെൻസ് ഓഫ് സ്മോൾ ഫോക്കൽ ലെങ്ത് ഈസ് യൂസ്ഡ് ആസ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഫോക്കൽ ലെങ്ത് കുറഞ്ഞ എന്നാൽ അപ്പർച്ചർ കൂടിയ, അപ്പർച്ചർ എന്ന് വെച്ചാൽ ഡയമീറ്റർ കൂടിയ ഒരു ലെൻസാണ്, കോൺവെക്സ് ലെൻസാണ് സിമ്പിൾ മൈക്രോസ്കോപ്പായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇഫ് ദ ഓബ്ജക്റ്റ് ഈസ് അറ്റ് ദ ഫോക്കസ്, ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഇത് സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഐഡിയ അല്ല കേട്ടോ, എങ്കിലും പറയാം. ഓബ്ജക്റ്റ് ഫോക്കസിലിരിക്കുമ്പോൾ ഇമേജ് ഇൻഫിനിറ്റിയിലുണ്ടാവും. ഇഫ് ദ ഓബ്ജക്റ്റ് ഈസ് ബ്രോട്ട് ക്ലോസർ ദെൻ ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ക്ലോസർ ദാൻ ഇൻഫിനിറ്റി. ഇവിടെ തൊട്ടാണ് നമ്മൾ പറയേണ്ടത്. ഓബ്ജക്റ്റിനെ, വസ്തുവിനെ ഫോക്കസിനും ലെൻസിനും ഇടക്കായിട്ട്, ലെൻസിൻ്റെ ഫോക്കസിനും ലെൻസിൻ്റെ ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് സി എന്ന് പറഞ്ഞാൽ, ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് സിയിൽ വെച്ച് കഴിഞ്ഞാൽ, എഫ് ആൻഡ് ഓയിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇമേജ് എന്ന് പറയുന്നത് അറ്റ് ഇൻഫിനിറ്റി ആയിരിക്കില്ല, നിയർ ഇൻഫിനിറ്റിയിലായിരിക്കും, ക്ലോസർ ദാൻ ഇൻഫിനിറ്റിയിലായിരിക്കും, മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും കിട്ടുക. ഇനി ദ പൊസിഷൻ ഓഫ് ദി ഓബ്ജക്റ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് സോ ദാറ്റ് ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ഷൻ. അങ്ങനെ ഓബ്ജക്റ്റിനെ ലെൻസിൻ്റെ ഫോക്കസിനും ലെൻസിനും ഇടയിൽ ഉള്ള ഒരു പോയിന്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് ഉണ്ടാകുന്നത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ഷനിൽ കൊണ്ടുവരാൻ പറ്റും. അതായത് വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരത്തിലേക്ക്. അത് നമ്മൾ ക്യാപിറ്റൽ ഡി എന്ന് പറയും. ഈ ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററാണ്. ഒരു വ്യക്തിക്ക് ഒരു വസ്തുവിനെ ക്ലിയറായി കാണാവുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം, ലീസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് ആരോഗ്യമുള്ള വ്യക്തിക്ക് കേട്ടോ, ആരോഗ്യമുള്ളൊരു കണ്ണിന് ഏറ്റവും കുറഞ്ഞ ദൂരമാണ് 25 സെൻറ്റിമീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. അതിന് നിയർ പോയിൻ്റ് ഓഫ് ദി ഐ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഓബ്ജക്റ്റ് ഇരിക്കുന്നത് ലെൻസിൻ്റെ ഫോക്കസിനും ലെൻസിനും ഇടക്കാണ്. ഇമേജ് ഉണ്ടാകുന്നത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ഷനായ 25 സെൻറ്റിമീറ്ററിൽ ഉണ്ടാകത്തക്ക രീതിയിൽ ഓബ്ജക്റ്റിന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഫിഗർ എന്താണെന്ന് നോക്കാം. ഇതായിരിക്കും എൻ്റെ ഫിഗർ. അത് നോക്കാം. ഓബ്ജക്റ്റ് ഇരിക്കുന്നത് നോക്കാം, ലെൻസിനോട് ചേർന്നാണ്. ഓബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഒരു റേ ഈ രീതിയിൽ മൂവ് ചെയ്ത് പോകുന്നു. രണ്ടാമത്തെ റേ വരക്കുമ്പോൾ നമുക്ക് ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ അഥവാ ഒത്ത ഒപ്റ്റിക് സെൻറ്ററിലൂടെ വരക്കുക. അത് അൺഡീവിയേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്നു. ഈ രണ്ട് റേസും പരസ്പരം കൂട്ടിമുട്ടില്ല. പക്ഷേ ഇവിടെ നോക്കുന്ന ഒരു ഒബ്സർവറിന് ഇൻഫിനിറ്റിയിലെ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. സോ അത് ഒരു വെർച്വൽ ഇമേജ് ആയിട്ട് ഉണ്ടാക്കും. ഓബ്ജക്റ്റിനേക്കാൾ മാഗ്നിഫൈഡ് ആയിരിക്കും ഉണ്ടാകുക, ഇറക്റ്റ് ആയിരിക്കും. ഓബ്ജക്റ്റിൻ്റെ പോലെ തന്നെ ഇൻവെർട്ടഡ് ആവില്ല, ഇറക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാകുക. ഇനി ഫോം ചെയ്യുന്ന എവിടെ ഇരിക്കും? നമ്മളിതിൻ്റെ പൊസിഷൻ ചെറുതായും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ഷൻ അഥവാ 25 സെൻറ്റിമീറ്റർ ഉണ്ടാകുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. അപ്പം അങ്ങനെയാണ് മാഗ്നിഫയർ ലെൻസുകളൊക്കെ വായിക്കുന്നത്, മാഗ്നിഫൈ ചെയ്ത് കാണാൻ സാധിച്ചു വരുന്നത്. ഇനി നമുക്കിതിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് HI/HO, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. അതിനൊക്കെ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. ലെൻസുകൾക്ക് വേണ്ടി V/U എന്നൊരു ഇക്വേഷൻ ചെയ്യുന്നുണ്ട്. ഈ ഇക്വേഷൻ നമുക്കിങ്ങനെ മോഡിഫൈ ചെയ്യാം. നമ്മൾ മുന്നേ പഠിച്ചൊരു കാര്യം നോക്കാം. നമ്മൾ ലെൻസിൻ്റെ ഒരു ഫോർമുല പഠിച്ചായിരുന്നു. ലെൻസ് ഫോർമുല എന്തായിരുന്നു? അത് 1/V - 1/U = 1/F. ഓക്കെ, ആ ഇക്വേഷൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നു.
ഓക്കെ, ഈ വി ഇവിടെ തന്നെ ഇരിക്കട്ടെ. വി നമ്മൾ മാറ്റം വരുത്തുന്നില്ല. ബാക്കിയുള്ള 1/uന് പകരം ബ്രാക്കറ്റിനകത്ത് 1/v മൈനസ് 1/f എന്ന് കൊടുക്കുന്നു. ഇനി ഈ വിനെ നമുക്ക് ഈ ബ്രാക്കറ്റിനകത്ത് ഓരോ ടേംസിലേക്കും മൾട്ടിപ്ലൈ ചെയ്ത് കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? v/v മൈനസ് v/f എന്ന് കിട്ടുന്നു. സോ v/v എന്ന് പറഞ്ഞാൽ 1 ആയി മാറും, മൈനസ് v/f. അതാണ് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ, 1 മൈനസ് v/f. ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇനി ആ ഇക്വേഷനിൽ മൈക്രോസ്കോപ്പിൽ, സിമ്പിൾ മൈക്രോസ്കോപ്പിൽ നമുക്ക് കാണാൻ പറ്റും ഇമേജ് ഉണ്ടാകുന്നത് എവിടെയാണ്? ഇൻഫിനിറ്റിയിലല്ല, ഡിയിലാണ് ഉണ്ടാകുന്നത്. ഡി എന്ന ഡിസ്റ്റൻസിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇമേജ് ഡിസ്റ്റൻസായ വിക്ക് പകരം, ഈ വിക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കും? ഡി എന്നിട്ട് കൊടുക്കും. 25 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞല്ലോ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് ഡി. അപ്പോൾ അങ്ങനെ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഫൈനൽ ഇക്വേഷൻ ഫോർ മാഗ്നിഫിക്കേഷൻ ഈസ് 1 പ്ലസ് d/f ആയിട്ട് മാറുന്നു. സോ ദിസ് എ ഫൈനൽ ഇക്വേഷൻ ഫോർ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ഇനി ഇമേജ് ഇൻഫിനിറ്റി ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇമേജ് ഇൻഫിനിറ്റിയിൽ തന്നെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ഈക്വൽ ടു d/f ആയിട്ട് മാറും. ഇനി ഉണ്ടാകുന്ന ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് കണ്ടു തന്നെയാണ്, എങ്കിലും നോക്കാം. ഇമേജ് ഇറക്റ്റ് ആയിരിക്കും, മാഗ്നിഫൈഡ് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും. ഇനി സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന ഈ ഒരു സിംഗിൾ കോൺവെക്സ് ലെൻസിന് ഒരു ചില പോരായ്മകൾ അഥവാ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണെന്ന് നോക്കാം. എ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഹാസ് എ ലിമിറ്റഡ് മാക്സിമം മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 9 m=9 വരെ നമുക്ക് 9 ടൈംസ് ആയിട്ടൊക്കെ നമുക്ക് മാഗ്നിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ മാഗ്നിഫൈ ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ എം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഡിയുടെ വാല്യൂ 25 ആണ്. അത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. പിന്നെ ഉള്ള ഫോക്കൽ ലെങ്ത് കുറക്കുക അഥവാ പവർ കൂട്ടുക എന്നുള്ളതാണ്. ഒരു ലെൻസിൻ്റെ പവർ കൂട്ടുക എന്ന് വെച്ചാൽ ലെൻസ് കൂടുതൽ കർവ്ഡ് ആകുക. അങ്ങനെ കർവ് ചെയ്ത് അവസാനം നമുക്കതൊരു ബോൾ പോലെയായിട്ട് മാറും. ലെൻസ് ഒരു സ്ഫിയർ പോലെയാവും. അതിൽ കൂടുതൽ നമുക്ക് കർവ് കൂട്ടാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് അവിടെ ലിമിറ്റേഷൻ വരുന്നത്. സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഈ പോരായ്മകളെ മാറ്റിക്കൊണ്ട് കൂടുതൽ മാഗ്നിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നമ്മൾ നേരത്തെ കണ്ട ഫിഗറാണ്. ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇതിൽ ഓബ്ജക്റ്റ് വെക്കുന്നത് എവിടെയാണ്? അപ്പോൾ ഓബ്ജക്റ്റിന് അടുത്തൊരു ലെൻസ് ഉണ്ടാവും, ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ടാവും, ചെറിയൊരു അപ്പർച്ചറുള്ള ലെൻസ് ഉണ്ടാവും. അതിനെ നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയും. ഇതിലൂടെ നമ്മൾ നോക്കുന്നത് ഇവിടെ ഒരു ലെൻസ് ഉണ്ടാവും. ആ ലെൻസിനെ കണ്ണുകൊണ്ടല്ല നമ്മൾ നോക്കുന്നത്, അല്ലേ? അതിന് നമ്മൾ ഐ പീസ് എന്ന ലെൻസ് പറയും. അപ്പോൾ അങ്ങനെ രണ്ട് കോൺവെക്സ് ലെൻസുകളുണ്ട്. ഒന്ന് ഐ പീസും ഒന്ന് ഓബ്ജക്റ്റിൻ്റെ അടുത്തുള്ള ഒബ്ജക്റ്റീവും. So compound microscope consists of two convex lenses, objective and eyepiece. The focal length and aperture of objective is less than those of the eyepiece. നമ്മൾ നോക്കുന്ന ആ ലെൻസ് അതിന് ഐ പീസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ അടുത്ത്, ആ ചെറിയ ഒബ്ജക്റ്റിൻ്റെ അടുത്ത് നോക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് വളരെ കുറവായിരിക്കും. അഥവാ ഒരു ഉരുണ്ട ലെൻസ് പോലെ ഇരിക്കും. എന്നാൽ അപ്പർച്ചറും ചെറുതായിരിക്കും, അതായത് അതിൻ്റെ ഡയമീറ്ററും ചെറുതായിരിക്കും. ചെറിയ ഉരുണ്ട ലെൻസായിരിക്കും ഓബ്ജക്റ്റിൻ്റെ അടുത്തിരിക്കുന്ന ഒബ്ജക്റ്റീവ്. എന്നാൽ ഐ പീസ് ആകട്ടെ, നമ്മൾ നോക്കുന്ന ലെൻസാകട്ടെ, ഒരല്പം പരന്ന കോൺവെക്സ് ലെൻസായിരിക്കും. അഥവാ ഫോക്കൽ ലെങ്ത്ത് കൂടിയ ലെൻസായിരിക്കും. എന്നാൽ കുറച്ച് ഡയമീറ്ററും കൂടിയ ലെൻസായിരിക്കും, അപ്പർച്ചറും കുറച്ചുകൂടി കൂടിയ ലെൻസായിരിക്കും വെക്കുക. ഈ പിക്ചറിൽ നിന്ന് കൂടുതൽ ക്ലിയറാണ്. കണ്ണിനോട് ചേർന്ന ലെൻസ് ഐ പീസ്, ഓബ്ജക്റ്റ് ഇവിടെ വെക്കുക. എ ബി എന്ന് പറയുന്നതാണ് ഓബ്ജക്റ്റ്, അതിനടുത്തിരിക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ്. കണ്ണിൻ്റെ അടുത്തിരിക്കുന്ന ലെൻസ് ഐ പീസ്. അപ്പോൾ ഇതിന് നോക്കി, ഇതിൻ്റെ അപ്പർച്ചർ കൂടുതലാണ്, അഥവാ ഡയമീറ്റർ കൂടുതലാണ്, പക്ഷെ അല്പം പരന്നതാണ്, അതുകൊണ്ട് ഫോക്കൽ ലെങ്ത്ത് കൂടുതലായിരിക്കും. ഇതാകട്ടെ അപ്പർച്ചർ കുറവാണ്, അഥവാ ഡയമീറ്റർ കുറവാണ്, കുറച്ചും കൂടി ഉരുണ്ട ലെൻസാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ഫോക്കൽ ലെങ്ത്ത് കുറവായിരിക്കും, പവർ കൂടുതലായിരിക്കും. ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ വർക്കിങ്ങും അതിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷനൊക്കെ അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് നോക്കാം.